കുംഭമാസം സൂര്യ തേജസ്സിന് ശക്തി പ്രാപിക്കുന്ന വിശേഷമായ അവസരം. പ്രാർത്ഥനകൾക്കെല്ലാം ഫലസിദ്ധി ഏറുന്ന കാലമാണിത്. കുംഭമാസത്തിലാണ് നമ്മുടെ ഭഗവതിക്കാവുകളിലെല്ലാം ഉത്സവം. അത് ഓരോ തരത്തിലും ഓരോ വിശേഷമായ രീതിയിൽ ഭരണി ആഘോഷങ്ങളോടുകൂടി ചേർന്നിട്ടാവാം, അല്ലെങ്കിൽ കാളിയൂട്ടിൻ്റെ വിശേഷങ്ങളാകാം, അതല്ലെങ്കിൽ പൊങ്കാല മഹോത്സവമാകാം, കുതിരകെട്ടാകാം. ഇങ്ങനെ പലതും കെട്ടുകാഴ്ചകളിലൂടെയൊക്കെ വിശേഷമായി ഒരുങ്ങുന്ന ഭഗവതിക്കാവുകളുടെ ഉത്സവകാലം കുംഭം. ഈ കുംഭമാസത്തിൽ നമ്മളിതാ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. ഇന്ന് മുതൽ 10 ദിവസത്തെ ഉത്സവം, അതിൽ 9ാം നാളിലെ പൊങ്കാല. പൊങ്കാലയ്ക്ക് വേണ്ടി ലോകം മുഴുവനുമുള്ള സ്ത്രീ മനസ്സുകൾ തീർച്ചയായും തയ്യാറാകും. അറിയാമല്ലോ, ലോകപ്രസിദ്ധമാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല ഇന്ന് ഉത്സവം കാപ്പുകെട്ടി സമാരംഭിക്കുമ്പോൾ എന്താണ് ഈ കാപ്പുകെട്ടൽ? എങ്ങനെയാണ് നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറാകേണ്ടത്? പൊങ്കാല എന്ന ദിവസം മാത്രമാണോ നമ്മൾ അതിനുവേണ്ടി തയ്യാറാകേണ്ടത്? തീർച്ചയായിട്ടും അല്ല. ഒരു വ്രതാനുഷ്ഠാനത്തിലൂടെ ഇന്നു മുതൽ നമ്മൾ തയ്യാറാകണം. എങ്ങനെയാണ് ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടത്? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീകൾക്ക് മാത്രം സാധിക്കുന്ന പൊങ്കാല ഇടലിന് എങ്ങനെയാണ് ഓരോ സ്ത്രീ മനസ്സും തയ്യാറാകേണ്ടത്? ആ സ്ത്രീ മനസ്സിൻ്റെ തയ്യാറാകലുകൾക്ക് നമ്മളൊരു വരവിന് വേണ്ടിയിട്ട് തയ്യാറാകേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു വരവിനെ അല്ലെങ്കിൽ ഒരു ആഗമനത്തെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത്? അവിടെയാണ് ആറ്റുകാൽ പൊങ്കാലയിലെ തോറ്റം പാട്ടും അതിൽ തന്നെ ഭദ്രകാളിപ്പാട്ടിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഒത്തുചേരുന്നത്. ഊരിപ്പിടിച്ച ചിലമ്പുമായി വന്ന കണ്ണകിയായാലും അതല്ല ഭദ്രകാളി തന്നെ സ്വയം വരുന്നതായാലും ഭദ്രകാളിപ്പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. പാട്ട് ആരംഭിക്കുന്നത് കൊടുങ്ങല്ലൂർ കാവിൽ നിന്ന് ഉടവാളിലേന്തുന്ന ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിർത്തുമ്പോഴാണ്. അങ്ങനെയാണ് കാപ്പുകെട്ട് വരുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ വരവ്, കൊടുങ്ങല്ലൂർ അമ്മയുടെ ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് സങ്കല്പത്തിലൂടെ ഭഗവതി ആറ്റുകാലിലേക്ക് വരിക മാത്രമല്ല ചെയ്യുന്നത്, കാലാകാലങ്ങളായുള്ള മനുഷ്യ മനസ്സിൻ്റെ പരിണാമങ്ങളുടെ പുരോഗമനത്തിൻ്റെ ഒക്കെ വരവാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് രൂപപ്പെട്ടത്? നമ്മൾ എങ്ങനെയാണ് നന്ദി പറയാൻ പഠിച്ചത്? നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിലെ ആനന്ദങ്ങളിൽ തൃപ്തിപ്പെടുവാൻ, അല്ലെങ്കിൽ ഈ ആനന്ദങ്ങൾ തരുന്ന മറ്റൊരു ശക്തിയാണെന്ന് മനസ്സിലാക്കിയത്? പാടത്തെ ആദ്യത്തെ വിത്ത് മുളച്ചപ്പോഴോ കതിരെല്ലാം അന്നമായപ്പോഴോ ഒക്കെയാണ്. അങ്ങനെയാണ് നമ്മളുടെ സംസ്കാരം മാറി മാറി വന്നത്. കാടിനുള്ളിൽ നിന്ന് പിന്നീട് കൃഷി സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ, അന്നം ലഭിച്ചപ്പോൾ, അന്നപൂർണേശ്വരി അറിയാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് നമ്മൾ പൊങ്കാലയും അമ്മ എന്ന ആരാധനയും അമ്മേ എന്ന പ്രാർത്ഥനകളും ഒക്കെ ജപമായി നമ്മുടെ മനസ്സിലേക്ക് വന്നതല്ലേ. അപ്പോൾ ഈ കുംഭമാസത്തിലെ ആറ്റുകാൽ ഭഗവതിയുടെ കൊടുങ്ങല്ലൂർ കാവിൽ നിന്നുള്ള ആ വരവ് തന്നെ ഈ നമ്മുടെ എല്ലാം വേരുകളിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുകൾ, നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങനെയാണ് ഇന്നീ കാണുന്ന സംസ്കാരത്തിലേക്ക്, ഇന്നീ കാണുന്ന ബുദ്ധിയിലേക്ക്, വിവേകത്തിലേക്ക് ഒക്കെ വന്നത് എന്ന് പറഞ്ഞു തരികയാണ്. ഭദ്രകാളിപ്പാട്ടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 2ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അതായത് 2ാം നൂറ്റാണ്ട് കാലത്ത് ഭദ്രകാളിപ്പാട്ട് നിലനിന്നിരുന്നു എന്നതിൻ്റെ സൂചനകൾ എല്ലാ ചരിത്രകാരന്മാരും ഒരേ മനസ്സോടുകൂടി സമ്മതിച്ചിട്ടുണ്ട്. ക്രിസ്തു വർഷങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കാളിയെ ഉപാസിച്ചിരുന്നു. കാളി എന്നാൽ കാലത്തെ ആളുന്ന ശക്തിയാണെന്ന് നമുക്കറിയാമായിരുന്നു. നല്ല കാലങ്ങളെ തിരിച്ചറിയുവാൻ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാലത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങിയ കാലം തൊട്ടല്ലേ ഈ സംസ്കാരമൊക്കെ ഉണ്ടായത്, അല്ലേ? അറിവ്, ജ്ഞാനം, വിജ്ഞാനമൊക്കെ. അപ്പോൾ ഇതിലേക്ക്, ആ ഓർമ്മപ്പെടുത്തലുകളിലേക്കുള്ള വരവ് കൂടിയാണത്. ഭഗവതിയുടെ വരവ് നമ്മളിൽ ഓരോരുത്തരിലേക്കുമുള്ള വരവാണ്. തോറ്റം പാട്ട് എന്ന വാക്കിൽ തന്നെ തോറ്റുക എന്ന് പറഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ അർത്ഥമുണ്ട്. പുനർജീവിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക. അതായത് ഇന്ന് മുതൽ സ്ത്രീകളെ നമ്മൾ എങ്ങനെയാണ് പൊങ്കാലയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നതെന്ന് അറിയാമോ? ഇന്നലെ വരെ, അല്ലെങ്കിൽ ഈ ദിവസം, ഈ കഴിഞ്ഞു പോകുന്ന നിമിഷം വരെ നമ്മൾ എന്തായിരുന്നുവോ, നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതൊക്കെ തിരിച്ചു പിടിക്കുവാനുള്ളൊരു പൊങ്കാലക്കാലമാണ് വരുന്നത്. അപ്പോൾ വ്രതനിഷ്ഠരാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലെ നന്മകളെ, നമ്മളിലെ പെൺമയെ തിരിച്ചു പിടിക്കാനുള്ള കാലമാണ്. പെൺമയെ തിരിച്ചു പിടിക്കണത് എങ്ങനെയെന്നറിയാമോ? സ്നേഹിക്കുവാനും കരുണയോടുകൂടി ലോകത്തെ കാണുവാനും ഒക്കെ പെൺ മനസ്സിനാണ് സാധിക്കുന്നതെന്ന് പറയില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഭൂമി ദേവി എന്ന് പൃഥ്വിയെ പറയുന്നത്. നദികളെല്ലാം ദേവതകളായത് കരുണ എവിടെയുണ്ടോ, സ്നേഹം എവിടെയുണ്ടോ അവിടെ പെൺമയാണ് ഉടലെടുക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ആഘോഷത്തെ പെൺമയുടെ ഉത്സവമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്ന ഓരോ സ്ത്രീകളും അറിയുക, നമ്മിലെ തന്നെ ആന്തരിക ശക്തിയെ തിരിച്ചു പിടിക്കാനുള്ള കാലമാണിത്. നഷ്ടപ്പെട്ടതുകൾ എന്തോ, നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തോ, അതൊക്കെയും തിരിച്ചു പിടിക്കാനാകുമെന്നോ, പൂർവാധികം ശക്തിയോടുകൂടി നമ്മളിലെ ഊർജത്തെ, നമ്മളിലെ യുവത്വത്തെ, നമ്മളിലെ ശക്തിയെ, നമ്മളിലെ ആനന്ദത്തെ ഒക്കെ തിരിച്ചു പിടിക്കാനാകുമെന്ന് പറഞ്ഞു തരുന്ന കാലമാണ്. അതിനാണ് കൊടുങ്ങല്ലൂർ കാവിൽ നിന്ന് അമ്മ വരുന്നത്. ഉടവാളാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഉടവാൾ കയ്യിൽ പിടിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അജ്ഞാനത്തെ, അന്ധകാരത്തെ, ശത്രുക്കളെ എല്ലാറ്റിനെയും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കുന്നു ആ ഉടവാൾ കയ്യിൽ പിടിക്കുമ്പോൾ. അങ്ങനെ ആ ഉടവാളോട് കൂടി ആറ്റുകാൽ അമ്മ വരികയാണ് എന്ന്
ആറ്റുകാലമ്മ കൊടുങ്ങല്ലൂർ ഭഗവതി ഇന്ന് വരികയാണ്. ആറ്റുകാലമ്മയായി ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ കുടികൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാം. അമ്മ വരുന്നതോ ഒരു പുഴയുടെ തീരത്താണ്. കിള്ളിയാർ ഒഴുകുന്നതിന് തീരത്തേക്കാണ് അമ്മ വരുന്നത്. പ്രകൃതീശ്വരിയായി പഞ്ചഭൂതങ്ങളിൽ ഉപസ്ഥിതയാകുന്ന ഭഗവതിയായി അമ്മയുടെ വരവ്. അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഇതാ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ തയ്യാറെടുത്തുള്ള അവിടെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾക്കായിട്ട് കാപ്പ് കെട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ മനസ്സിലൊരു കാപ്പ് കെട്ടുക. എല്ലാറ്റിനും നമ്മൾ തയ്യാറായിരിക്കുക. എന്തിനാണ് തയ്യാറാകുന്നതെന്ന് അറിയാമോ? അനാവശ്യമായ വേദനകളെ ഒഴിവാക്കുവാൻ, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരിക്കാതെ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുവാൻ, നന്മയാകുവാൻ, സ്നേഹിക്കുവാൻ. ഈ പ്രപഞ്ചമാതാവ് എങ്ങനെയാണോ ഈ പ്രകൃതിക്ക് വേണ്ടി കരുതുന്നത്, ഇവിടുത്തെ ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടി കരുതുന്നത്, അതുപോലെ സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി കരുതുവാനുള്ളൊരു മനസ്സ് ഓരോ പെണ്ണിനുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും, നമ്മുടെ കുടുംബത്തിലെ ഏത് പ്രശ്നങ്ങളെയും ഇല്ലാതെയാക്കുവാൻ, അത് തരണം ചെയ്യുവാനൊക്കെയുള്ള ശക്തി ഒരു സ്ത്രീയിലുണ്ട്. അവരവരുടെ കാലത്തെ, അവരവരുടെ കുടുംബത്തിൻ്റെ കാലത്തെ, ഒരുപക്ഷെ അവരവരുടെ ദേശത്തിൻ്റെ കാലത്തെ പോലും നല്ലതാക്കുവാൻ കഴിയുന്ന, കാലത്തെ ആളുന്ന ശക്തിയാകുന്ന കാളി നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അതുകൊണ്ട് ആ കാളിയുടെ വരവായിട്ട് വേണം ഈ ദിവസത്തെ കാണാൻ. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി അല്ലെങ്കിൽ പൊങ്കാല മഹോത്സവങ്ങൾക്കായി മനസ്സിലൊരുങ്ങുന്ന പൊൻകാലങ്ങൾക്ക് വേണ്ടിയിട്ട്, വരാനിരിക്കുന്ന നല്ല കാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനായിട്ട് നമ്മൾ വ്രതനിഷ്ഠരാകാം. നിങ്ങൾ സസ്യബുക്കുകളാകുന്നു. ഈ ദിവസം മുതൽ നമ്മൾ എത്ര നാമങ്ങൾ പാരായണം ചെയ്യുന്നു, ജപമന്ത്രങ്ങൾ ഉരുവിടുന്നു, എല്ലാം അതിനോടൊപ്പം നിന്നുകൊള്ളട്ടെ. പക്ഷേ ആത്മശക്തി എന്നത് എന്നിലെ സ്ത്രീക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ മറികടക്കുവാൻ, ഒരുപാട് പേരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുവാൻ, എൻ്റെ ഗൃഹത്തിനുള്ളിൽ ശാന്തി നിറയ്ക്കുവാൻ, ഒരു സമൂഹത്തിനൊരു ദേശത്തിന് മുഴുവൻ ആത്മശക്തിയാകുവാനുള്ള ശക്തി ഓരോ സ്ത്രീയിലുമുണ്ട്. അവരവരിൽ തന്നെ വേദനകളെ ഇല്ലാതെയാക്കുവാൻ, നിരാശകളെ ഇല്ലാതെയാക്കുവാൻ, ജീവിതത്തെ ഒരു അഗ്നിജ്വാല പോലെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അതുപോലെ തനിക്കെതിരെയുള്ള അനീതികൾക്കെതിരെ ആഞ്ഞടിക്കുവാൻ, ആ ഒറ്റച്ചെലമ്പും പിടിച്ചു നിന്ന കണ്ണകിയെ പോലെ അല്ലെങ്കിൽ ഭദ്രകാളിയെ പോലെ അനീതികൾക്കെതിരെ ആഞ്ഞടിക്കുവാനുള്ള ശക്തി ഓരോ സ്ത്രീകൾക്കുമുണ്ട്. ആ ശക്തി ഉണർത്തിയെടുക്കുവാൻ, ആ ശക്തിയോടൊപ്പം തന്നെ ലോകത്തെ സ്നേഹിക്കുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം നേടിയെടുക്കുവാനുള്ള കെൽപ്പ് അമ്മയാകുന്ന ഭാവം. എല്ലാം അഗ്നിക്കിരയാക്കിയാലും അമ്മേ എന്ന് സ്നേഹാർദ്രമായി വിളിക്കുന്ന മനസ്സിൻ്റെ വിളി കേൾക്കുവാനാകുന്ന ആ സ്ത്രീഭാവം, അതിലേക്കാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ നാളിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് ഇന്നാണ് വ്രതം ആരംഭിക്കുന്നത്. അമ്മയുടെ എല്ലാ പെൺമക്കളും തയ്യാറാവുക പൊങ്കാല അർപ്പിക്കുവാനായി. ഈ ദിവസം മുതൽ മനസ്സുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നമുക്ക് ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ഭൂമിയിലേക്ക് എത്തി പൊങ്കാലയിടാൻ സാഹചര്യങ്ങൾ അനുവദിച്ചില്ല എങ്കിൽ, സാഹചര്യങ്ങൾ അനുവദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പൊങ്കാലയിടുക. അഥവാ അനുവദിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് വ്രതനിഷ്ഠരാവുക. ഓരോ ദിവസവും പൊങ്കാലയും അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ, നല്ല നല്ല ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഒപ്പമുണ്ട് മോചിതാസ് മോക്ഷ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം. സ്ത്രീത്വത്തിൻ്റെ ആനന്ദത്തെ, അതിൻ്റെ ആഘോഷങ്ങളെ, ഒപ്പം അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കുവാനുള്ളതായിരിക്കട്ടെ ആറ്റുകാൽ പൊങ്കാല എന്ന ഈ വിശേഷ അവസരം. അതുകൊണ്ട് ഇന്ന് മുതൽ വ്രതനിഷ്ഠരാകാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും വ്രതനിഷ്ഠരാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അതാണ് ഭഗവതി നിങ്ങളിലേക്ക് നയിക്കുന്ന സന്ദേശം. നിങ്ങളെ വിളിക്കുന്നത് ഇങ്ങനെയാണ്. ആ നിമിഷം തന്നെ മനസ്സിനെ ശുദ്ധമാക്കി ഗണപതി മന്ത്രങ്ങൾ ജപിച്ച് മാതാ പിതാ ഗുരു ദൈവങ്ങൾക്ക് വന്ദനമോദിക്കൊണ്ട് ഭഗവതിയെ ശുദ്ധവിദ്യയായി, ആത്മവിദ്യയായി, ശ്രീവിദ്യയായി കണ്ടുകൊണ്ട് ഞാനിതാ വ്രതനിഷ്ഠമാകുന്നു എന്ന് മനസ്സിനോട് പറയുക. വ്രതനിഷ്ഠമാകുവാൻ വേണ്ടത് പ്രധാനമായും ആത്മശക്തിയാണ്. ഞാനിതാ എന്നിലെ സർവ്വ ഊർജത്തെയും തിരിച്ചു പിടിക്കാൻ തയ്യാറാകുന്നു. ഞാനെന്ന സ്ത്രീ ശക്തി ഇതാ ഉണരുവാൻ തയ്യാറാകുന്നു എന്ന പ്രാർത്ഥനയോടെ വ്രതം ആരംഭിക്കുക. ശ്രീമാത്രേ നമഃ. Mochita's Moksha, Journey to the Self.